മഞ്ഞമ്മൽ ബോയ്സ് ഇൻഡസ്ട്രിയുടെ തലവര മാറ്റും, സീൻ മാറ്റും എന്നൊക്കെ മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം പറഞ്ഞ പടം. ആ ഒരു ഒറ്റ ഡയലോഗിന്റെ പുറത്ത് കയറിയ ഹൈപ്പാണ്. ഇന്നത്തെ പ്രീ സെയിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അമ്മാതിരി ഹൈപ്പാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ഹൈപ്പ്, ആ ഒരു പ്രതീക്ഷ നിലനിർത്താനായിട്ട്, സംതൃപ്തിയിലേക്ക് ആ ഒരു പ്രതീക്ഷയെ മാറ്റാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മഞ്ഞമ്മൽ ബോയ്സ് എന്ന സിനിമ ഞാൻ കണ്ടു. ആ സിനിമയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഏറെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ഞമ്മൽ ബോയ്സ് ചിദംബരം സംവിധാനം ചെയ്ത സിനിമ, സുഷിൻ ശ്യാം മ്യൂസിക് ചെയ്തിരിക്കുന്ന പടം, ബാക്കി ഷൈജു ഖാലിദ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്ന പടം, വിവേക് ഹർഷനാണ് സിനിമയുടെ എഡിറ്റർ. പ്രധാന കഥാപാത്രങ്ങൾ നമ്മുടെ സൗബിൻ ഷാഹിറാണ് പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത്. അതേണക്ക് ശ്രീനാഥ് ബാസി, ഇവർ രണ്ടുപേരുമാണ് ആ ഒരു സെൻട്രൽ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പടത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഇവർക്ക് രണ്ടുപേർക്കുമാണ്. അതേണക്ക് ബാലു വർഗീസ്, ഗണപതി, അഭിരാം രാധാകൃഷ്ണൻ, ജീൻ പോൾ ലാൽ, അതേണക്ക് ഖാലിദ് റഹ്മാൻ ഒക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ചേർന്നുണ്ടാക്കിയ ഒരു പടമാണ് മഞ്ഞമ്മൽ ബോയ്സ്. സിനിമ ഒരു സർവൈവൽ ത്രില്ലറാണ്. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. മഞ്ഞമ്മൽ എന്ന സ്ഥലത്ത് നിന്ന്, യഥാർത്ഥത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. മഞ്ഞമ്മൽ എന്ന സ്ഥലത്ത് നിന്ന് ഒരു പറ്റം ചെറുപ്പക്കാര് നമ്മുടെ ഗുണാക്കേവ്, കൊടൈക്കനാലിലെ ഗുണാക്കേവ് കാണാനായിട്ട് പോകുന്നു. ഈ ഒരു ഗുണാക്കേവ് എന്ന ആ ഒരു പേര് വന്നതിന് കാരണം കമലഹാസന്റെ ഗുണ എന്ന സിനിമ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, ഈ പാട്ടൊക്കെ ആ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നതാണ്. സോ ആ ഒരു സിനിമ അവിടെ വെച്ച് ചിത്രീകരിച്ചതിന് ശേഷമാണ് ഈ ഒരു ഗുണാക്കേവ് എന്നൊരു പേര് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു ഗുണാക്കേവ്, കൊടൈക്കനാൽ കാണാൻ പോകുന്ന സുഹൃത്തുക്കള് ആ ഒരു ഗുണാക്കേവ് സന്ദർശിക്കാനായിട്ടും കൂടി പോകുന്നു. അവിടെ ആ ഒരു ഗുണാക്കേവിനകത്ത് ഒരാൾ അകപ്പെടുന്നതും പിന്നെ രക്ഷിക്കുന്നതും ഒക്കെയാണ് ആ ഒരു റിയൽ ഇൻസിഡന്റ്. അത് തന്നെയാണ് സിനിമയും. പക്ഷെ ഈ ഒരു കഥ അറിയുന്നിടത്താണ് സംവിധായകന്റെ പണി ഇരട്ടിയാവുന്നത്. കാരണം അറിയാവുന്ന ഒരു കഥ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് സംവിധായകന് മേക്കിങ്ങിലൂടെ സാധിക്കത്തുള്ളൂ. അത് നമ്മുടെ ചിദംബരം ഡയറക്ടർ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അറിയാവുന്ന ഒരു കഥയെ പോലും എക്സൈറ്റിങ്ങോടെ, ആകാംക്ഷയോടെ കണ്ടിരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ മേക്കിംഗ്. ഗംഭീരമായിട്ട് തന്നെ ചിദംബരത്തിന്റെ ആ ഒരു ഡ്യൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. സുഷിൻ ശ്യാം ഇൻഡസ്ട്രിയുടെ തലവര മാറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻഡസ്ട്രിയുടെ തലവര മാറുമോ, സീൻ മാറുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു പടത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സീൻ തലവരങ്ങ് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫിൽ ഒരു ഓക്കെ ഫീൽ ആയിരുന്നു, ഒരു പാട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു ഓക്കെ പാട്ടായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഇനി റിപ്പീറ്റ് വാല്യൂ ഒന്നുള്ള ഒരു പാട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് സുഷിൻ ശ്യാമിന്റെ ഒരു ആറാട്ടായിരുന്നു. ഒരു സർവൈവൽ ത്രില്ലറിന് വേണ്ട രീതിയിൽ ഒരു പെട സാധനം പെടച്ചു വിട്ടിട്ടുണ്ട് സുഷിൻ ശ്യാം. സുഷിൻ ശ്യാമാണ് ഈ ഒരു സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫിൽ. ആ ഒരു ആകാംക്ഷയും പരിഭ്രമവും ഒക്കെ നമ്മുടെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് ഈസ് ബ്രില്യന്റ്. ഈ ഒരു പടത്തിന്റെ ടെക്നിക്കൽ സൈഡ്, മ്യൂസിക് ആയാലും എഡിറ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ ആ ഒരു കേവിനകത്തുള്ള സീൻസ് എല്ലാം കിടിലമായിരുന്നു. ആകാംക്ഷയും രോമാഞ്ചവും പരിഭ്രമവും ഒക്കെ സമ്മാനിക്കുന്ന ഒരുപാട് മൊമെന്റ്സ് ഉള്ള ഒരു സിനിമ. ഫസ്റ്റ് ഹാഫ് വളരെ പതുക്കെ പോകുന്ന ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മനസമാധാനക്കേടായിരുന്നു ഫസ്റ്റ് ഹാഫ് നിറയെ എന്ന് പറയുന്നത്. ഇന്റർവെൽ കൊണ്ട് നിർത്തി എനിക്ക് ആ സീറ്റിൽ നിന്ന് പോലും എണീക്കാൻ തോന്നാത്ത രീതിയിൽ ഒരു മനസമാധാനക്കേടായിരുന്നു. കാരണം ഈ ഒരു സിനിമയുടെ സ്റ്റോറി എനിക്കറിയാം. അതുകൊണ്ട് ആ ഒരു അപകടം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് അത് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഉള്ളിലൊരു പെടപ്പായിരുന്നു, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അത്തരത്തിൽ ഈ ഒരു സിനിമ മേക്ക് ചെയ്ത് വെക്കാനായിട്ട് ചിദംബരം എന്ന ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. കാരണം അത്ര ഒരു നെഞ്ചെടുപ്പ് കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കൂട്ടം ചെറുപ്പക്കാര് ഇതേണക്ക് ടൂറിന് പോകുന്നു, അതിനകത്ത് ഒരാൾക്ക് അപകടം പറ്റുന്നു, അപ്പൊ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം, അതിനുശേഷം ആ കൂട്ടുകാരനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് തന്നെ രക്ഷിക്കുന്ന ഒരു ഫീലാണ് തിയേറ്ററിനുള്ളിൽ എനിക്ക് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ സിനിമയിലേക്ക് നമ്മൾ എന്താണ് ഫോക്കസ് ആയി കഴിഞ്ഞാൽ ആ ഒരു സിനിമയ്ക്കകത്താണ് നമ്മളെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ഗംഭീരമായിട്ടുണ്ട്. ആ ഒരു ഫീലിങ്സ് ഇമോഷണലി പ്രേക്ഷകനെ കണക്ട് ആക്കുന്നിടത്താണ് ഒരു സിനിമ വിജയിക്കുന്നത്. ആ ഒരു രീതിയിൽ ഈ ഒരു സിനിമ, ഞാൻ എന്ന പ്രേക്ഷകന് ഈ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞു. അത്തരത്തിലാണ് ഈ ഒരു സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. ഗംഭീര സാധനം. എല്ലാവരുടെയും പെർഫോമൻസ് ആയാലും, നമ്മുടെ ശ്രീനാഥ് ബാസി ആയാലും, സൗബിൻ ആയാലും, അത് കണക്ക് ബാലു വർഗീസ് ആയാലും എല്ലാവരുടെ ആ ഒരു പെർഫോമൻസും ഗംഭീരമായിരുന്നു. എല്ലാവർക്കും ഒരു ഈക്വൽ സ്പേസ് കൊടുത്തിട്ടാണ് പോകുന്നതെങ്കിലും ശ്രീനാഥ് ബാസിക്കും സൗബിൻ ഷാഹിറിനുമാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. രണ്ടുപേരും തകർത്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് എല്ലാം ടെക്നിക്കൽ സൈഡിലായാലും ആക്ടിംഗ് സൈഡിലായാലും യങ്സ്റ്റേഴ്സ് കയറി മേഞ്ഞിരിക്കുകയാണ്. പക്ക തിയേറ്റർ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സാധനം. ഫസ്റ്റ് ഹാഫിലെ കുറച്ച് ലാഗും പിന്നെ ഭ്രമയുഗത്തിനകത്ത് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ സ്ക്രീൻ റേഷ്യോ, എനിക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ സിനിമ കാണാനായിട്ടാണ് ഇഷ്ടം. പക്ഷെ ഇവിടെയും 2:1 റേഷ്യോ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു റേഷ്യോ എനിക്ക് താല്പര്യമില്ലാത്ത ഒരു റേഷ്യോ ആണ്. കാരണം കരിക്കിന്റെ ഒക്കെ ഒരു വെബ് സീരീസ് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു ഫീലാണ് എനിക്ക് ആ ഒരു റേഷ്യോയിൽ പടം കാണുമ്പോഴത്തേക്കും തോന്നുന്നത്. നമ്മുടെ ഫാലിമി, ഭ്രമയുഗം, ഇപ്പൊ ഈ പടം
ഒക്കെ ഈ ഒരു റേഷ്യോയിലാണ് വന്നത്. പക്ഷെ അതൊന്നും എനിക്ക് ആ ഒരു റേഷ്യോയിൽ പടം കാണാനായിട്ട് എനിക്ക് പേഴ്സണലി ഞാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ആ ഒരു പോരായ്മ സിനിമയുടെ ബാക്കിയുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ കൊണ്ടുവന്ന് മറയ്ക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തത് സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആണ്. ഫസ്റ്റ് ഹാഫ് തുടങ്ങി ഒരു സാധാ പടം കണക്ക് തുടങ്ങി ഇന്റർവെൽ സമയത്ത് എത്തുമ്പോഴത്തേക്കും ആ ഒരു സർവൈവൽ മോഡിലേക്ക് സിനിമ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് മൊത്തം ആ ഒരു സർവൈവൽ സംഭവമാണ്. മൊത്തത്തിലൊരു ഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ചില സമയത്തൊക്കെ നമ്മൾ അയ്യോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെ ഒരു വിജയമാണ്, ആ ഒരു സിനിമയുടെ ആ ഒരു മൊമെന്റിന്റെ വിജയമാണ്. അത്തരത്തിൽ ഒരുപാട് സീൻസ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു പരിഭ്രമവും പരിഭ്രാന്തിയും ആകാംക്ഷയും സിനിമ അതിനകത്ത് എന്താണോ ഉള്ളത് അത് പ്രേക്ഷകനുമായിട്ട് കണക്ട് ആവാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഒരു ഗംഭീര സർവൈവൽ ത്രില്ലർ ആയിട്ട് മലയാളത്തിൽ എണ്ണം പറഞ്ഞ സർവൈവൽ ത്രില്ലറുകളിൽ ഒന്ന്, ഒരു ലക്ഷണമൊത്ത സർവൈവൽ ത്രില്ലർ, അതാണ് മഞ്ഞുമ്മൽ ബോയ്സ്. കൊള്ളാം. മൊത്തത്തിൽ എനിക്ക് അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു.